ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് 10 ആണ്. ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ക്യാരറ്റ് പുട്ടാണ്. അതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ നാടൻ പയർ തോരനും അതുപോലെ തന്നെ ചീരയും മുട്ടയും കൂടിയിട്ട് ഒന്ന് ചിക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഓട്സ് പുട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതായത് ക്യാരറ്റ് ഓട്സ് പുട്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരാൾക്കുള്ള അളവാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരളവിൽ നമ്മൾ ഓട്സ് എടുത്തിട്ടുണ്ട്. റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഈ ക്യാരറ്റിൻ്റെ നനവിൽ ഈ ഓട്സിൻ്റെ ഇത് പൊടിഞ്ഞ് വരും. ആ ഒരു നനവ് മാത്രം മതി നമ്മുടെ പുട്ടിന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൈൻ പേസ്റ്റ് ഒന്നും ആവണ്ട. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് പൊടിഞ്ഞ് വരും. നമ്മൾ സാധാരണ പുട്ടിൻ്റെ ഒരു പൊടിയുടെ ആ ഒരു ഇതിലാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പൊടിക്കുമ്പോൾ ഏകദേശം നമ്മൾ ഈ ഗോതമ്പ് പുട്ടിനൊക്കെ നനയ്ക്കുന്നത് പോലെയാണ് കേട്ടോ അത് വരുന്നത്. ചെറുതായിട്ട് ചെറിയ ചെറിയ കട്ടകളുണ്ടാവും. അത് പക്ഷേ കുഴപ്പമില്ല. നമ്മൾ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഉതിർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരല്പം നാളികേരം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പുട്ട് തയ്യാറാക്കാം കേട്ടോ. ഞാനിവിടെ ചിരട്ടപ്പുട്ടാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തയ്യാറാക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഇത് നിറച്ച് കൊടുക്കാം. കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഈ ഓട്സിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് മാത്രമല്ല നല്ല ഫില്ലിങ്ങും ആയിരിക്കും. വയറൊക്കെ നന്നായിട്ട് നമുക്ക് നിറയും. അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു നല്ലൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം കൂടി നമുക്ക് നാളികേരം വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഓട്സിൻ്റെ പുട്ട്, ക്യാരറ്റ് ഓട്സ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിക്കാൻ പോവാണ്. ഞാനിതിന് പയർ തോരനും അതുപോലെ തന്നെ ചീരയും മുട്ടയും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് ചിക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് രണ്ടും കൂടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ഒരു കോമ്പിനേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ക്യാരറ്റ് ഓട്സ് പുട്ടാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.